ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ ഞാൻ പോയി കണ്ട ഒരു മാർവൽ മൂവിയാണ് തണ്ടർ ബോൾട്സ്. റീസെന്റ് ഞാൻ മാർവലിലെ ഒരു സിനിമയ്ക്ക് പോലും വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചിട്ടില്ല, പോയി സിമ്പിളായിട്ട് കണ്ടിട്ട് വരും. കാരണം ഓവറായിട്ടുള്ള ഹൈപ്പ് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് അവിടെ പോയിട്ട് ഒന്നും കാണത്തില്ല സിനിമയിൽ. പക്ഷേ ഈ ഒരു സിനിമ അങ്ങനെയല്ല, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഒരു സിനിമ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇച്ച് ആൻഡ് എവറി എലമെന്റ്സ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ സിനിമയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. DC യൂണിവേഴ്സിന്റെ സൂസൈഡ് സ്ക്വാഡ് എങ്ങനെയാണോ അതുപോലെയാണ് മാർവലിന്റെ തണ്ടർ ബോൾട്സ് എന്നൊരു മൂവി. കാരണം ഈ ഒരു മൂവിയുടെ സ്റ്റോറി അതുപോലെയാണ്. ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സൂപ്പർ ഹീറോസ് ഒക്കെ ചേർന്ന ഒരു ടീം ഫോം ചെയ്യും, അതിന് അതിനുശേഷം ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യും. പിന്നീട് നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്, പക്ഷേ ആ ഒരു എക്സിക്യൂഷൻ ഉണ്ടല്ലോ, ഫ്രം ദ സ്റ്റാർട്ടിംഗ് ടു ദ എൻഡ്, ആ ഒരു ക്രെഡിറ്റ് സീൻ ഉൾപ്പെടെ വളരെ അടിപൊളിയായിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി സീക്വൻസ് ഒട്ടും ലാഗടിപ്പിക്കാതെ അവർ നല്ല രീതിക്ക് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റീസെന്റ് മാർവലിന്റെ പല മൂവീസും സീരീസ് ഒക്കെ കണ്ട് വെറുത്ത ആൾക്കാരാണ്. റീസെന്റ് വന്ന മാർവൽ മൂവീസ് ഒക്കെ അങ്ങനെയാണ്, ഒന്നീ ഒരു കഥയും കാണത്തില്ല, വലിച്ചു നീട്ടിക്കൊണ്ടുപോകും, അവരെ തന്നെ സ്വയം ട്രോൾ ചെയ്തിട്ടായിരിക്കും ഒരു സിനിമയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മൂവിയിൽ അങ്ങനെയല്ല, വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് എന്താണോ പറയേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താണോ അത് വളരെ നൈസായിട്ട് തന്നെ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. മാർവലിന് ഇനി വരാൻ പോകുന്ന പല മൂവീസിലും നമ്മൾ ഈ ഒരു സൂപ്പർ ഹീറോസിനെ കണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിന്റെ ഒപ്പം തന്നെ ഒരു വില്ലൻ ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് സിനിമയിൽ കാണിച്ചു പോയിരിക്കുന്നത്. അതാണ് നമ്മൾ സ്ഥിരമായിട്ട് മാർവൽ മൂവീസ് കാണുന്ന പോലെ ഒരു ചെറിയൊരു സ്റ്റോറിനെ വെച്ചിട്ട് വലിച്ചു നീട്ടി സിനിമയുടെ എൻഡ് വരെ കൊണ്ടുപോയി ഒരു മാച്ചും ഇല്ലാത്ത ഒരു എൻഡിങ്ങും അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു കണക്ഷൻ ഇല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെയല്ല കാണിക്കുന്ന. ഓരോ സീക്വൻസിനും ഒരു പർപ്പസ് ഉണ്ട്. അതായത് തണ്ടർ ബോൾട്സ് എന്ന് പറയുന്ന സ്ക്വാഡിലുള്ള ഓരോ ഹീറോസും ഇനി വരാൻ പോകുന്ന മാർവൽസിന്റെ പല മൂവീസിലും കണ്ടേക്കാം. അതിന്റെ അതുപോലെ തന്നെയാണ് ഒരു വില്ലൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അധികം കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ സൂപ്പർ പവർ എന്താണ്, പുള്ളിക്കാരന്റെ ബാക്ക് സ്റ്റോറി എന്താണ്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, ആരാണ് ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പക്ക ഡീറ്റെയിൽ ആയിട്ട് സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറും ഇനി വരാൻ പോകുന്ന മാർവലിലെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോ അല്ലെങ്കിൽ സീക്രട്ട് വാർസിലോ അങ്ങനത്തെ പല മൂവീസിലൊക്കെ കണ്ടേക്കാം. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഓരോ സെഗ്മെന്റ്സും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവി ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ ഒരു ടീമിനെയും ആ ഒരു വില്ലന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു മൂവി എന്നുള്ളത്. അല്ലാതെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടീമിനെ കാണിക്കാൻ ഫസ്റ്റ് ഹാഫും വില്ലനെ കാണിക്കാൻ സെക്കൻഡ് ഹാഫ് അങ്ങനെയല്ല, എല്ലാം ആദ്യം തന്നെ കാണിച്ചു പോകുന്നുണ്ട്. ഈ ഒരു ടീം എങ്ങനെയാണ് ഫോം ആവുന്നത്, അവരെങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്, പിന്നെ അതിനുശേഷം വില്ലന്റെ ഒരു ഇൻട്രൊഡക്ഷനും അല്ലെങ്കിൽ അവരുടെ പവർ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ആക്ടിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ആക്ട് തേർഡ് ആക്ടിലോട്ട് വരുമ്പോൾ ആ ഒരു ഇവന്റ്സിനെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ ആ സിറ്റുവേഷൻസ് ഒക്കെ കണക്ട് ചെയ്ത് പിന്നീട് നടക്കുന്ന ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. എസ്പെഷ്യലി അവർ തേർഡ് ആക്ടിലൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. ആ ഒരു തേർഡ് ആക്ടിന് ശേഷം ആ ഒരു എൻഡ് ക്രെഡിറ്റ്സിലോട്ട് പോകുമ്പോഴും ഇനി മാർവലിന്റെ ടൈം ലൈൻ അല്ലെങ്കിൽ മാർവലിന്റെ ഇനി വരാൻ പോകുന്ന കുറെ മൂവീസ് ഉണ്ടല്ലോ അതിലെ റെഫറൻസ് ഒക്കെ കാണിച്ച് പോകുന്നുണ്ട്. ആ ഒരു എൻഡ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന വേറെ ലെവലാണ്. കാരണം ഞാൻ അത്രമാത്രം ക്ലാപ്പ് ഒടിച്ചു, അത്ര കിഡിലുമായിരുന്നു. ഒന്നുമില്ല, ഇനി ഒന്ന് ഏകദേശം ഒരു മിനിറ്റിന്റെ അകത്തേ ഉള്ളൂ, പക്ഷെ അത് ഒരു 1.5 ക്രെഡിറ്റ് സീൻ ആയിരുന്നു കേട്ടോ. ആൻഡ് ഈ സ്ക്വാഡിലുള്ള ക്യാരക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ മൂവിയിൽ സംസാരിച്ചു വന്ന ക്യാരക്ടേഴ്സ് ആയാലും മാർവലിന്റെ മൂവീസും സീരീസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല രീതിക്ക് മനസ്സിലാവും. കാരണം അതെല്ലാം മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീസെന്റ് വന്ന മൂവിയും ആ റീസെന്റ് വന്ന ഒരു സീരീസും അതെല്ലാം കണക്ട് ചെയ്യുന്ന സിനിമ സംസാരിച്ച് പോകുന്ന ഒരു ടൈം ലൈൻ നല്ല രീതിക്ക് നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. ഏതൊരു ടൈം ലൈനാണ് സിനിമ പോകുന്നത് അല്ലെങ്കിൽ ഏതൊരു ഇവന്റിന് ശേഷമാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ ഈ ടൈം ലൈനിന് ശേഷം ഏത് ടൈം ലൈനാണ് വരുന്നത്, ഏത് ഇവന്റ്സ് ആണ് നടക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് വരുന്നത്, എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ സംസാരിച്ച് പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു വില്ലനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പുള്ളിക്കാരൻ്റെ ഒരു എൻട്രിയിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് കേട്ടോ, എന്റെ മോനെ കിഡിലെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക. ആ ഒരു ത്രൂ ഔട്ട് ദ എൻറ്റയർ മൂവിയിൽ ആ ഒരു സീക്വൻസ്, ഒരു ഫൈറ്റ് സീക്വൻസ്, അതായത് ഈ ഒരു വില്ലനും ഈ തണ്ടർ ബോൾസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്ര കിഡിലെ സീക്വൻസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ തിയേറ്റർ ഫുൾ ഒരു വേറെ ലെവൽ വൈബ് കിട്ടിയെന്ന് പറയുന്ന ബക്കിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ഒരു സെക്കൻഡ് ഇൻട്രോ ആണ്. അതൊരു രക്ഷയില്ലാത്ത ഇൻട്രോ ആണ് കേട്ടോ. സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സ് എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരെ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് ആ സിനിമയുടെ സ്റ്റോറിയിലോട്ട് നമ്മളെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു എൻഡ് വരെ ആ ഒരു എൻഗേജിങ് ഫാക്ടർ അതുപോലെ നിലനിർത്തിയ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ഒരു മാർവൽ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഈ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. എൻഡ് ഗെയിമിന് ശേഷം പിന്നീട് സ്പൈഡർമാൻ, പിന്നീട് അതിന് ശേഷം എനിക്കൊന്ന് മൂവീസിലൊന്നും അങ്ങനെ വലിയൊരു ഫീലൊന്നും കിട്ടിയില്ല. പക്ഷെ ഇത് നൈസ് ആയിരുന്നു, വേറെ ലെവലാണ്. അല്ലെങ്കിൽ എൻഡ് ഗെയിം പോലെ ആ റീച്ച് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ റീസെന്റ് ഉള്ള മൂവീസൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു മൂവി തന്നെയാണ് തണ്ടർ ബോൾട്ട് എന്നുള്ളത്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.